ഹായ് എവരി വൺ, BPCC 101-ൻ്റെ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് നമ്പർ 3-ൽ നിന്നും ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സ്റ്റേജസ് ഓഫ് പെർസെപ്ഷൻ. അപ്പോൾ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ് പെർസെപ്ഷൻ. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ഈ സ്റ്റേജസ് ഓഫ് പെർസെപ്ഷൻ കാണുന്നതിന് മുമ്പേ ആ ഒരു പെർസെപ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാത്ത ആളുകൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം, ആ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കാണ് പെർസെപ്ഷൻ. വാട്ട് ആർ ദി ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് പെർസെപ്ഷൻ? ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക് ഏതൊക്കെയാണ് പെർസെപ്ഷന്റെ ഡിഫറെന്റ് സ്റ്റേജുകൾ എന്താന്ന് നോക്കാം. അപ്പൊ ഇതിനു മുമ്പേ എന്താണ് പെർസെപ്ഷൻ എന്നുള്ള കാര്യം ചുരുക്കി പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. Perception is a complex set of processes that enable individual to understand and interpret the world around them. അപ്പോൾ ശ്രദ്ധിക്കാം, പെർസെപ്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു കോംപ്ലക്സ് പ്രോസസ്സാണ്, കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. കോഗ്നിറ്റീവ് പ്രോസസ് മീൻസ് മെന്റൽ പ്രോസസ്സാണ് അല്ലെ. അതും എങ്ങനെ? ഈ ഒരു പ്രോസസ്സ് എന്തിനു സഹായിക്കും? ഇറ്റ് എനേബിൾ ഇൻഡിവിജ്വൽ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇന്റർപ്രറ്റ് ദി വേൾഡ് അറൌണ്ട് ദം അല്ലെ. അപ്പൊ നമ്മുടെ ചുറ്റുപാടുള്ള വേൾഡിനെ കുറിച്ച് മനസ്സിലാക്കാനും സ്റ്റഡി ചെയ്യാനും പെർസെപ്ഷൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ശ്രദ്ധിക്കാം, പെർസെപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. നമുക്കറിയാം, നമ്മുടെ 5 സെൻസ് ഓർഗൻസ് ആണ് വരുന്നത്. ഏതൊക്കെ? ഐസ്, ഇയേഴ്സ്, നോസ്, ടങ് ആൻഡ് സ്കിൻ അല്ലെ. അപ്പൊ ഈ ഒരു കാഴ്ചയിലൂടെയും കേട്ടുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്? പെർസെപ്ഷൻ അല്ലെ. അപ്പൊ ചുറ്റുപാടുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക, അതിനെ നമ്മൾ പല കാര്യങ്ങളെയും ഇന്റർപ്രിറ്റ് ചെയ്യുക, ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? പെർസെപ്ഷൻ. അതാ പെർസെപ്ഷൻ is a complex set of process that enable individual to understand and interpret the world around them. In other words, perception refers to the cognitive process by which individuals interpret and understand sensory information from their environment. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു പെർസെപ്ഷനിൽ അല്ലെ നമ്മൾ പറഞ്ഞൊരു കോഗ്നിറ്റീവ് പ്രോസസ്സാണ്, മെന്റൽ പ്രോസസ്സാണ്. ഇതിലൂടെ ഇൻഡിവിജ്വൽസ് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ കളക്ട് ചെയ്യുന്നത്? ഏത് തരത്തിലുള്ള ഇൻഫോർമേഷൻ ആണ് കളക്ട് ചെയ്യുന്നത്? സെൻസറി ഇൻഫോർമേഷൻ ആണ്. സെൻസറി ഇൻഫോർമേഷൻ മീൻസ് ഇൻഫോർമേഷൻ കളക്റ്റഡ് ബൈ സെൻസസ് അല്ലെ. ഐസ് വഴിയും അതുപോലെ തന്നെ നമ്മളുടെ ഇയേഴ്സ് വഴിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻഫോർമേഷൻ കളക്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? പെർസെപ്ഷൻ. ഇറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ അവർ ഡെയിലി ലൈഫ്, influencing decisions ranging from what to do. അതുപോലെ തന്നെ it has a significant role in our day-to-day life അല്ലെ. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, എസ്പെഷ്യലി it help us to take decision അല്ലെ. ഡിസിഷൻ മേക്ക് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു പെർസെപ്ഷൻ. ഫോർ എക്സാമ്പിൾ, ഫ്ലാഷിംഗ് റെഡ് ട്രാഫിക് സിഗ്നൽ നമുക്ക് കാണാൻ പറ്റും, tells us to stop അല്ലെ. നമ്മളോട് പറയുന്നത് എന്ത്? പെർസെപ്ഷൻ ഒരു എക്സാമ്പിൾ ആണ്. നമുക്ക് കാണാൻ സാധിക്കും റെഡ് സിഗ്നൽ അല്ലെ. അപ്പോൾ പെർസെപ്ഷന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ് സ്റ്റിമുലി അല്ലെ. സ്റ്റിമുലി മീൻസ് നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇവിടെ പറഞ്ഞ റെഡ് ട്രാഫിക് സിഗ്നൽ ആണെങ്കിൽ സിഗ്നലിൽ റെഡ് ലൈറ്റ് ലഭിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ എൻവയറമെന്റിൽ നിന്നും നമ്മൾ വിഷ്വലായിട്ട് റെഡ് സിഗ്നൽ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നു എന്ത്? നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യുന്നു, ദിസ് ഈസ് ഡേഞ്ചറസ് ടു ക്രോസ് ദി റോഡ് അല്ലെ. റോഡ് ക്രോസ് ചെയ്യുക, സിഗ്നൽ ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ടേൺ അല്ലെങ്കിൽ ആ ഒരു ജംഗ്ഷൻ ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആണ് അല്ലെ. ആ ഒരു റെഡ് സിഗ്നൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു റെഡ് സിഗ്നൽ നമുക്ക് ഇൻപുട്ട് ഇൻഫർമേഷൻ നൽകുന്ന ആ ഒരു സോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? ഇതിനെ സ്റ്റിമുലി എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പൊ അവിടെ ട്രാഫിക് സിഗ്നൽ ഒരു സ്റ്റിമുലി ആണ്. സ്റ്റിമുലി ഈ ഒരു ടേം എന്തൊരു ക്ലോസ്ലി കണക്റ്റഡ് ആണ്, പെർസെപ്ഷനുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. ഇങ്ങനെ നമ്മൾ ഔട്ട്സൈഡിൽ നിന്നും നമ്മുടെ സെൻസർ അല്ലെ, സെൻസറി ഇൻഫോർമേഷൻ, സെൻസുകൾ നൽകുന്ന ഇൻഫർമേഷൻ നൽകിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണിത് പെർസെപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വാട്ട് ആർ ദി സ്റ്റേജസ് ഓഫ് പെർസെപ്ഷൻ. ഓക്കെ, അപ്പൊ പെർസെപ്ഷൻ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി സ്റ്റേജസ് ഓഫ് പെർസെപ്ഷൻ. അല്ലെ, നമ്മൾ പറഞ്ഞു പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്,
പ്രോസസ് മീൻസ് ദർ വിൽ ബി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷൻസ് ഉണ്ടായിരിക്കും, ഒരൊറ്റ ആക്ഷൻ അല്ല. ദർ വിൽ ബി ഡിഫറെന്റ് സ്റ്റേജസ് അല്ലെ. അതിനെയാണ് നമ്മൾ എന്തൊരു കുക്കിംഗ് ഒരു പ്രോസസ്സാണ്, കാരണം ദർ വിൽ ബി മൾട്ടിപ്പിൾ സ്റ്റേജസ് അല്ലെ. അതുപോലെ തന്നെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആക്ഷൻ അല്ല, ദർ വിൽ ബി ഡിഫറെന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷൻസ് അല്ലെ. അപ്പൊ നോക്കാം നമുക്ക് എന്തൊക്കെ സ്റ്റേജസ് ആണ് ഈ ഒരു പെർസെപ്ഷൻ അല്ലെ. നമ്മൾ ഒരു സ്റ്റിമുലി കിട്ടുന്നു, ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇൻപുട്ട് നമുക്ക് ലഭിക്കുന്നു അല്ലെ. ആ ഒരു റെയിൽവേ സിഗ്നൽ ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ട്രാഫിക് സിഗ്നൽ ആവട്ടെ, സിഗ്നൽ കിട്ടുന്ന സമയത്ത് അല്ലെ നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നവരെ സിഗ്നൽ നമുക്ക് ലഭിക്കുന്നു, അത് റെസ്പോണ്ട് ചെയ്യുന്നത് വരെ അല്ലെ, ആ റെസ്പോണ്ടിനും അതുപോലെ തന്നെ സിഗ്നൽ ലഭിക്കുന്നതിനിടയിൽ ഒരുപാട് പ്രോസസ്സ്, മെന്റൽ പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലെ. ആ ഒരു പ്രോസസ്സിന്റെ സ്റ്റേജസ് ആണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ പെർസെപ്ഷൻ ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് സ്റ്റേജസ് ദാറ്റ് അലൗസ് us to make sense of the world around us. അപ്പോൾ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ആണ്, സീരീസ് ഓഫ് സ്റ്റേജസ് ആണ്. നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ there will be multiple stages, ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പെർസെപ്ഷൻ ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് സ്റ്റേജസ് ദാറ്റ് allow us to make sense of the world around us. These stages include, നോട്ട് ചെയ്ത് വെച്ചോളാം, there are 3 stages ആണ് വരുന്നത്: സെലക്ഷൻ, ഓർഗനൈസേഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ. ഇങ്ങനെ ഒരു 3 സ്റ്റേജസ് ആണ് വരുന്നത്. ഏതൊക്കെ? സെലക്ഷൻ, ഓർഗനൈസേഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ. ഓക്കെ, this selection explore each of these stages in details and considers factors that influence them അല്ലെ. അപ്പൊ നോക്കാം നമുക്ക് this section explore each of these stages in detail and consider the factors that influence them. അപ്പോൾ നമ്മൾ അത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓരോ സ്റ്റേജസിനെയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ഓരോ സ്റ്റേജസിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നോക്കാം. The stage number 1, selection. The first stage of perception is selection, where our brain with limited capacity chooses which stimuli to attend. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെലക്ഷൻ ആണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സ്കൂൾ ബെൽ അല്ലെ, സ്കൂൾ ബെല്ല് റിങ് ചെയ്യാണ് അല്ലെ. റിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇൻസിഡന്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതേ സമയത്ത് ബെല്ല് റിങ് ചെയ്യുന്ന സമയത്ത് നടക്കുന്നുണ്ട്. ഒരുപാട് ഫ്രണ്ട്സുമായിട്ട് ടോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ്, നമുക്ക് ഒരുപാട് സ്റ്റിമുലീസ് അവിടെ സെയിം ടൈമിൽ നടക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ആ സ്റ്റിമുലീസിനൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്ത് നമ്മൾ ഏത് സ്റ്റിമുലിയിലേക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത് ആ ഒരു ബെല്ലിനാണ് അല്ലെ. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ക്രോസിൽ, നമ്മൾ ജംഗ്ഷനിൽ നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടി സിഗ്നൽ ഇരിക്കുകയാണ് അല്ലെ. സിഗ്നൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും റെഡ് സിഗ്നൽ. അപ്പൊ നമ്മൾ റോഡിലൂടെ വരുന്ന സമയത്ത് പെട്ടെന്നാണ് റെഡ് സിഗ്നൽ ജംഗ്ഷനിൽ വരുന്നത് അല്ലെ. അപ്പൊ അവിടെ ഒരുപാട് മറ്റ് സ്റ്റിമുലീസിന് ഒരുപാട് ആളുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് റോഡ് സൈഡിലൊക്കെ ട്രീസ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഓപ്പോസിറ്റ് സൈഡിലൂടെ ക്രോസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരുപാട് മറ്റ് സ്റ്റിമുലീസ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പം അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരിക്കും അല്ലെ, അഡ്വർടൈസ്മെന്റ് ബോർഡുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡിസ്പ്ലേകൾ ഉണ്ടായിരിക്കും. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളൊക്കെ സ്റ്റിമുലീസ് നമുക്ക് ഇങ്ങനെ ലഭിക്കുന്നുണ്ടായിരിക്കും അല്ലെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? we reject all other stimulus അല്ലെ. നമുക്ക് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് റെലവെന്റ് ആയിട്ട് സ്റ്റിമുലി ഏതാണ്, അതിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക അല്ലെ. അതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പെർസെപ്ഷന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് സെലക്ഷൻ അല്ലെ. സെലക്ഷൻ ക്യാൻ ബി ഈദർ അൺകോൺഷ്യസ് ഓർ കോൺഷ്യസ് അല്ലെ. അപ്പോൾ ഈ സെലക്ഷൻ എന്ന് പറയുന്നത് എന്താവാം? കോൺഷ്യസ് ആവാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് നമ്മൾ സിഗ്നൽ, റോഡ് സിഗ്നൽ, ട്രാഫിക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മളത് കോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കാരണം അത് ഡേഞ്ചറസ് ആണ്, വി ഹാവ് ടു മോർ കെയർഫുൾ അല്ലെ. അങ്ങനെ നമ്മൾ ഇങ്ങനെ പുറത്തുനിന്നുള്ള ഇൻഫർമേഷൻ എടുക്കുന്നത് എങ്ങനെയൊക്കെ ആവാം, ഇത് കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ്. ആസ് എ റിസൾട്ട് സം സ്റ്റിമുലീസ് ആർ അറ്റൻഡ് ടു വൈൽ അതേഴ്സ് ആർ ഇഗ്നോർ അല്ലെ. അപ്പൊ അതേ സമയത്ത് കാണാൻ പറ്റും ചില സ്റ്റിമുലീസ് നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സെലക്ട് ചെയ്യും. സം അതർ സ്റ്റിമുലീസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവോയ്ഡ് ചെയ്യും അല്ലെ. ആ ഒരു റോഡിൽ അല്ലെങ്കിൽ ആ ഒരു സിഗ്നലിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരുപാട് സ്റ്റിമുലീസ് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ. അതിനൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യും. നമ്മൾ എന്തിനെ മാത്രം സെലക്ട് ചെയ്യുന്നു? സിഗ്നലിനെ, റെഡ് സിഗ്നലിനെയോ ഗ്രീൻ സിഗ്നലിനെ മാത്രമാണ് നമ്മൾ. ദ അറ്റൻഡഡ് സ്റ്റിമുലി ഈസ് ദ വൺ വി ഫോക്കസ് ഓൺ ഇൻഫ്ലുവൻസിങ് ആ പെർസെപ്ഷൻ. അപ്പൊ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന, റിസീവ് ചെയ്യുന്ന, ആക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റിമുലി മാത്രമാണ് നമ്മുടെ പെർസെപ്ഷൻ, അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷനെ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. റെഡ് സിഗ്നൽ കാണുന്ന സമയത്ത് ആ ഒരു സ്റ്റിമുലിയെ മാത്രം നമ്മൾ അംഗീകരിച്ച് ആ പെർസെപ്ഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലിക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്ത് വാഹനം നിർത്തുന്നു അല്ലെ. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യാണ്, അറ്റൻഷൻ കൊടുക്കുകയാണ് ഗ്രീൻ സിഗ്നലിന്
അല്ലെ. അതോടൊപ്പം തന്നെ ഒരുപാട് ചിലപ്പോൾ ഫ്രണ്ട്സ് സംസാരിക്കുന്നുണ്ടായിരിക്കും, നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡിൽ നിർത്തുന്ന സമയത്ത് തന്നെ അവിടെ ഫ്ലെക്സ് ഉണ്ടായിരിക്കും, കമ്പനീസിന്റെ അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മളോട് എന്തൊക്കെയോ പറയുന്നു അല്ലെ. പക്ഷെ നമ്മൾ അതിനൊക്കെ, ആ സ്റ്റിമുലീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഗ്നോർ ചെയ്യുന്നു. മറ്റ് ഇൻപുട്ടുകളൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്ത് എന്തിനു മാത്രം? അതാ പറയുന്നത്, ദ അറ്റൻഡഡ് സ്റ്റിമുലി ഈസ് ദ വൺ വി ഫോക്കസ് ഓൺ ഇൻഫ്ലുവൻസിങ് ആ പെർസെപ്ഷൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു പെർസെപ്ഷനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു അല്ലെ. അല്ലെങ്കിൽ സോറി, ആ ഒരു സ്റ്റിമുലിയെ, പെർട്ടിക്കുലർ സ്റ്റിമുലിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സെലക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജ് എന്താ നോക്കും നിങ്ങൾ? ഓർഗനൈസേഷൻ. The second stage, organization, involves arranging stimuli into a meaningful pattern. അല്ലെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സിഗ്നൽ അല്ലെ, ആ സിഗ്നൽ വരുന്ന സമയത്ത് ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നു. നമ്മൾ റെഡ് സിഗ്നൽ കാണുന്നു. റെഡ് സിഗ്നൽ കാണുമ്പോഴേക്കിന് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഒരു മീനിങ് ഫുൾ പാറ്റേണിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. എങ്ങനെ മീനിങ് ഫുൾ പാറ്റേണിലേക്ക് അപ്ലൈ ചെയ്യാം? നമുക്കറിയാൻ പറ്റും, സിഗ്നൽ, റെഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു സ്റ്റോപ്പ് ചെയ്യണം. കാരണം ആരുടെ ടേൺ ആണ്? ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വെഹിക്കിൾസിന്റെ ടേൺ ആണ്. അവർക്ക് ക്രോസ് ചെയ്യാനുള്ള സമയമാണ്. ഇപ്പം നമ്മൾ ക്രോസ് ചെയ്യാനുള്ളത് ഡേഞ്ചറസ് ആണ് അല്ലെ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മൈൻഡിലേക്ക് ആ ഒരു ഇൻഫോർമേഷനെ ഓർഗനൈസ് ചെയ്യപ്പെടുന്നു, അറേഞ്ച് ചെയ്യപ്പെടുന്നു അല്ലെ. ഒരു പ്രത്യേക ഫ്രെയിമിലേക്ക് നമുക്ക് ആ ഒരു സ്റ്റിമുലിയെ, റെഡ് സിഗ്നലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? പാറ്റേണിലേക്ക്, മീനിങ് പാറ്റേണിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നു. ദിസ് പ്രോസസ് occurs unconsciously and is guided by the various principles. അപ്പൊ ഇവിടെ നമ്മൾ ഇത് അൺകോൺഷ്യസ് ആണ്. റെഡ് സിഗ്നൽ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും, അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? പിന്നെ നടക്കുന്ന ഒരു പ്രോസസ് ആണ് അല്ലെ. അപ്പൊ റെഡ് ആണോ നമുക്കറിയാം, ഇറ്റ് ഈസ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പം ഈ ഒരു പ്രോസസ്, ഓർഗനൈസേഷൻ എന്നാൽ നമുക്കൊരു ഡാറ്റ പെർസീവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? നമുക്ക് വർക്ക്ഔട്ട് ആവും അല്ലെ, ഓർഗനൈസ് ചെയ്യപ്പെടും. ദ ഓർഗനൈസേഷൻ ഓഫ് ദ സ്റ്റിമുലി ഈസ് എ ക്രൂഷ്യൽ സ്റ്റെപ്പ് ഇൻ ഫോമിംഗ് ഓർ ഇന്റർപ്രിറ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ. അപ്പൊ ഈ ഒരു വേണ്ട രൂപത്തിൽ ഓർഗനൈസ് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഒരു റെഡ് സിഗ്നൽ നമ്മൾ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കി അതിന്റെ കോൺസിക്വൻസസ് മനസ്സിലാക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാം? ആ കാര്യങ്ങൾ ക്ലിയർ ആവുന്നത് അല്ലെ. അപ്പൊ ഓർഗനൈസ് ചെയ്യൽ എന്താവണം? വേണ്ട രൂപത്തിൽ നടക്കണം അല്ലെ. അതിനെക്കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ്, കണക്ട് ആയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിരിക്കണം അല്ലെ. അത് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഇന്റർപ്രിറ്റ് ചെയ്യുക അല്ലെ. ഇപ്പൊ നമ്മളിങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞു, ടേൺ ആണ്, നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം, മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്രോസ് ചെയ്യുന്നുണ്ട്, മറ്റുള്ള വെഹിക്കിൾസ് പോകുന്നുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാണ്? നമ്മൾ ഓർഗനൈസ് ചെയ്യപ്പെട്ടു അല്ലെ. ഇനി നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യാണ്. എന്ത് ചെയ്യാം? വി ഹാവ് ടു സ്റ്റോപ്പ് നൗ, അല്ലെങ്കിൽ ഡേഞ്ചറസ് ആണ് അല്ലെ. അതാണ്, അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാണ്, നമ്മൾ വ്യാഖ്യാനിക്കുകയാണ്, മീനിങ് കണ്ടെത്താണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? റെഡ് സിഗ്നൽ ആണ്, വി ഹാവ് ടു സ്റ്റോപ്പ്, അതർവൈസ് ഇറ്റ് വിൽ ബി ഡേഞ്ചറസ് അല്ലെ. അതാ പറയുന്നത്, the final stages of perception is interpretation. In this stage we assign meaning to the organized stimuli. അപ്പം നമ്മുടെ സ്റ്റിമുലി, നമ്മുടെ സിഗ്നൽ കണ്ടു, അത് മാത്രമല്ല നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചു അല്ലെ. പിന്നെ ഓർഗനൈസ് ചെയ്ത് നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യാൻ, അതുകൊണ്ട് എന്താ പാടില്ല? ഡേഞ്ചറസ് ആണ്, വി ഹാവ് ടു സ്റ്റോപ്പ് അല്ലെ. ദിസ് സ്റ്റേജ് വി അസൈൻ മീനിങ് ടു ഓർഗനൈസ്ഡ് സ്റ്റിമുലി. Interpretation is subjective process influenced by own experiences, expectations, needs, beliefs and other factors. അപ്പോൾ ഇന്റർപ്രിട്ടേഷൻ എന്നൊരു സബ്ജക്റ്റീവ് പ്രോസസ് ആണ് അല്ലേ. ഇപ്പം ഫോർ എക്സാമ്പിൾ ട്രാഫിക് സിഗ്നൽ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റീവ്, അതും വേണേൽ നമ്മൾ സബ്ജക്റ്റീവ് ആയിട്ട് എടുക്കാം അല്ലെ. എങ്ങനെ? ചില ആളുകൾ സ്റ്റോപ്പ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും, സ്റ്റോപ്പ് ചെയ്യാത്ത ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ. ഫ്രീ ടേൺ ലെഫ്റ്റ് എടുത്തതിന് ശേഷം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാക്ക് കയറുന്ന ആളുകളുണ്ട് അല്ലെ. അപ്പൊ റെഡ് സിഗ്നൽ കണ്ടാൽ നിർത്തുന്ന ആളുകളുണ്ട്. അതും എന്താണ്? സബ്ജക്റ്റീവ് ആണ്. സബ്ജക്റ്റീവ് മീൻസ് ദാറ്റ് വെരി ബേസ്ഡ് ഓൺ ദി പീപ്പിൾ അല്ലെ. കാണുന്ന ആളുകൾക്ക് അനുസരിച്ച് മാറും അല്ലെ. അതാണ് സബ്ജക്റ്റീവ് എന്ന് പറയാം അല്ലെ. ബ്യൂട്ടി എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആണ്, ബ്യൂട്ടി കോൺസെപ്റ്റ് അല്ലെ. ആർക്കനുസരിച്ച് മാറും? ദാറ്റ് വെരി ബേസ്ഡ് ഓൺ ദി പീപ്പിൾ, ആളുകൾക്ക് അനുസരിച്ച് മാറും അല്ലെ. അപ്പം ഇവിടെ അതുപോലെ തന്നെ റെയിൻ അല്ലെ, ക്ലൗഡി എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലി ആണ് അല്ലെ. ക്ലൗഡി വെതർ അല്ലെ, ക്ലൗഡി വെതർ ആണ്, നമുക്ക് മനസ്സിലാക്കണം ഇറ്റ് ഈസ് ഗോയിങ് ടു ബി റെയിൻഡ് അല്ലെ, മഴ പെയ്യാൻ പോകുന്നുണ്ട് അല്ലെ. അത് സിഗ്നൽ നൽകും. ആ സിഗ്നൽ നൽകുന്ന സമയത്ത് ചില ആളുകൾ പറയും മഴ ഡേഞ്ചറസ് ആണ് അല്ലെ. ചില ആളെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, അത് അത്രത്തോളം ഡേഞ്ചറസ് അല്ല, മഴ വന്നാലും എന്ത് ചെയ്യാം? കൊള്ളാം അല്ലെ. അപ്പം ഇതുപോലെ ഓരോ സ്റ്റിമുലീസും ആളുകളുടെ എക്സ്പീരിയൻസിനനുസരിച്ച്, എക്സ്പെക്ടേഷൻ അനുസരിച്ച്, നീഡ്സിനനുസരിച്ച് അല്ലെ. അപ്പൊ ഈ കൊടുക്കുന്ന ഇൻഫർമേഷൻ നോക്കും നിങ്ങൾ. സ്കൂളിൽ ബെല്ലടിക്കുന്നു, ബെല്ല് റിങ് ചെയ്യുന്ന സമയത്ത് ആളുകളുടെ നീഡ്സ് അനുസരിച്ച് അതിനെ റെസ്പോണ്ട് ചെയ്യും
ഇന്റർപ്രിറ്റ് ചെയ്യും. ചില ആളുകൾ ക്ലാസ്സിലേക്ക് പോകാനുള്ള ടൈം ആക്കി അതിനെ എടുക്കും. അതേ സമയത്ത് ചില ആളുകൾ അതിനെ വേണ്ട രൂപത്തിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല അല്ലെ. അപ്പൊ നീഡ്സ്, ബിലീഫ്സ് ഇതിനൊക്കെ അനുസരിച്ചാണ് എന്തിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലിനെ എന്ത് ചെയ്യുന്നത്, ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് അല്ലെ. അത് ഇന്റർപ്രിട്ടേഷൻ ഈസ് എ സബ്ജക്റ്റീവ് പ്രോസസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വൺസ് എക്സ്പീരിയൻസസ്, എക്സ്പെക്ടേഷൻസ്, നീഡ്സ്, ബിലീഫ്സ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. അപ്പൊ ഇതൊക്കെയാണ് ആ ഒരു ഇന്റർപ്രിട്ടേഷൻ എന്ത് ചെയ്യുന്നത്, ഓരോ സ്റ്റിമുലീസിന്റെയും ഇന്റർപ്രിട്ടേഷനെ ചെയ്യുന്നത് അല്ലെ. Different individuals may interpret the same stimuli differently due to their unique perspectives and background. ഓരോ ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ട്രാഫിക് സിഗ്നൽ ആവട്ടെ, സ്കൂൾ സ്പെൽ ആവട്ടെ, അതുപോലെ തന്നെ ക്ലൗഡി വെതർ ആവട്ടെ, ഇതൊക്കെ നമുക്ക് നൽകുന്ന സ്റ്റിമുലീസ് ആണ്. ഈ സ്റ്റിമുലീസിനാണ് നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിമുലീസ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ആർക്കനുസരിച്ച് മാറും, ആളുകൾക്കനുസരിച്ച് മാറും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് സ്റ്റേജസ് ഓഫ് പെർസെപ്ഷൻ. അതിൽ 3 സ്റ്റേജസ് ആണ് വരുന്നത്. ഏതൊക്കെ? സെലക്ഷൻ, മറ്റൊന്ന് ഓർഗനൈസേഷൻ, ദെൻ ഇന്റർപ്രിട്ടേഷൻ അല്ലെ. ഈ ഒരു 3 ടോപ്പിക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 3 സ്റ്റേജസ് ആണ്. പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു മെന്റൽ പ്രോസസ് ആണ്. ദർ വിൽ ബി ഡിഫറെന്റ് സ്റ്റേജസ്. ഏതൊക്കെ? സെലക്ഷൻ, ഓർഗനൈസേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ ശ്രദ്ധിക്കുക, പല വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഇവിടെ നിങ്ങൾ കാണാൻ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആയിട്ടാണ് സാധാരണ വരാറുള്ളത്. അപ്പൊ ഏതൊരു വർഷം മുമ്പ് വർഷങ്ങളിലിട്ടും ഇനീഷ്യൽ സ്റ്റേജിലേക്ക് കഴിഞ്ഞ 1-2 വർഷങ്ങളിലല്ല, അതിന് മുമ്പേ ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിനോടൊപ്പം ആപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പൊ ഈയിടെ ആയിട്ട് ഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുള്ളത്. എനിവേ, നൗ let me stop here. Have a nice day.